എല്ലാവർക്കും റോഡ് പൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന 1985 മോഡൽ CJ500D 4-wheel ഡ്രൈവിൻ്റെ റിവ്യൂമായിട്ടാണ്. അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ മഹേന്ദ്രയുടെ തന്നെ ആദ്യത്തെ ഡീസൽ എഞ്ചിൻ ഘടിപ്പിച്ചു വന്ന വാഹനമാണ് ഈ ഒരു ജീപ്പ്, ഈ CJ500D എന്ന് പറയുന്നത്. ഇൻ്റർനാഷണൽ ഹാർവെസ്റ്റർ എന്ന ട്രാക്ടർ കമ്പനിയുടെ B275 എന്ന എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്നത്. ആദ്യത്തെ ഡീസൽ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിലേക്ക് മഹേന്ദ്ര കൊണ്ടുവന്നിരിക്കുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അതുവരെ ഉണ്ടായിരുന്ന പെട്രോൾ എഞ്ചിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേന് അന്ന് പെട്രോളിൻ്റെ വില കൂടുകയും അതുപോലെ തന്നെ പെട്രോളിന് കിട്ടാതാകുന്ന ഒരു കാര്യം ഉണ്ടാകുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് മഹേന്ദ്ര ഡീസൽ എഞ്ചിൻ ഈ ഒരു ട്രാക്ടർ കമ്പനിയുമായിട്ട് ചേർന്ന് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ട്രാക്ടറിൻ്റെ അതേ എഞ്ചിൻ തന്നെയാണ് ഈ ഒരു വാഹനത്തിലേക്ക്, ചെറിയ മൗണ്ടിങ്ങിൽ മാത്രം ചില വ്യത്യാസങ്ങൾ വരുത്തിയിട്ടാണ് ഈ ഒരു വാഹനത്തിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്നത്. MD2350 എന്നാണ് ഈ ഒരു വാഹനത്തിന്, അതായത് ഈ ഒരു എഞ്ചിന് കമ്പനി പേര് കൊടുത്തിരിക്കുന്നത്. മഹേന്ദ്ര ഡീസൽ, അതാണ് MD എന്ന് ഉദ്ദേശിക്കുന്നത്. ട്രാക്ടറിൻ്റെ എഞ്ചിൻ എങ്ങനെ വരുന്നു അതേ രീതിയിൽ തന്നെ ഒരു മാറ്റങ്ങളും കൂടാതാണ് ഈ ഒരു ജീപ്പിലേക്ക് കമ്പനി ഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ CJ500Dയെ സംബന്ധിച്ച് പറയുമ്പോഴത്തേനും അതുവരെ ഉണ്ടായിരുന്ന, അതായത് CJ4A ആ മോഡലിൽ തന്നെയാണ് CJ500D ആയിട്ട് തന്നെ വന്നിരിക്കുന്നത്. അതായത് വീൽ ബേസിൽ 91 ഇഞ്ച് ആക്കിയിട്ടുണ്ട് വീൽ ബേസ്. അതുവരെ CJ3Bക്കൊക്കെ വന്നിരുന്ന ഒരു 81, അതായത് 80 ഇഞ്ചായിരുന്നു അതിൻ്റെ വീൽ ബേസ് വന്നിരുന്നത്. അതിപ്പോൾ മാറ്റി 91 ഇഞ്ചാക്കി ആണ് CJ500D കമ്പനി അവതരിപ്പിച്ചിരിക്കുന്നത്. എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്, കുര്യാക്കോസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടാണിത്, അദ്ദേഹത്തിൻ്റെ വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ ബ്രോ, വണ്ടി 1985 മോഡൽ പറഞ്ഞില്ല, അപ്പോൾ നമ്മൾ ഇത് എന്നാ ഈ വണ്ടി എടുക്കുന്നത്? ഞാൻ 2018 എടുത്തത്. ഇത് ഒരു സിംഗിൾ വണ്ടി ഉണ്ടായിരുന്നു. നേരത്തെ എൻ്റെ ഫാദറിനൊക്കെ വണ്ടി ഉണ്ടായിരുന്നു, ഒരു 540 ഉണ്ടായിരുന്നു, ഒരു CJ500 ഉണ്ടായിരുന്നു. പണ്ട് തൊട്ട് ഇവിടെ ജീപ്പുണ്ട്. അപ്പോൾ എൻ്റെ ഫാദർ മരിച്ചുപോയി. അപ്പോൾ ആ സമയത്ത് ഒരു 540 ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ എനിക്ക് ആ ചെറുപ്പം മുതലേ ജീപ്പിനോടൊരു അതെ ഈ ജീപ്പെല്ലാം കണ്ട് പണ്ട് തൊട്ടേ ഇഷ്ടമായിരുന്നു. പിന്നെ നമുക്കൊരു പഴയ രജിസ്ട്രേഷനിലുള്ള ഫാദറിനൊരു ജീപ്പ് ഉണ്ടായിരുന്നു ഈ രജിസ്ട്രേഷനിൽ. അപ്പോൾ ഈ നമ്പറും എല്ലാം കണ്ടപ്പം എടുത്തതാണ്. പിന്നെ പ്രത്യേകിച്ച് 2018 ഫ്ലഡിൻ്റെ സമയത്ത് ജീപ്പയിൽ ഒത്തിരി സ്ഥലങ്ങളിൽ റാന്നിയിൽ വെള്ളം കയറിയപ്പം പോയായിരുന്നു. അപ്പം ജീപ്പിൻ്റെ ഉപയോഗം വന്നാണ് എനിക്ക് ശരിക്കും മനസ്സിലായത്. പിന്നെ എവിടെ വേണേലും പോകാം, എവിടെ വേണേലും കയറാം, എത്ര ബാഡ് ടെറൈനാണേലും കയറിപ്പോക്കോളും. പിന്നെ ആ സമയത്ത് ഫ്ലഡിൻ്റെ സമയത്ത് ഞങ്ങൾ കുറേ ആൾക്കാരെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊണ്ടുപോയി. പിന്നെ കുറേ സാധനങ്ങളൊക്കെ ജീപ്പ് മാത്രമേ കയറി ചെല്ലത്തുള്ളായിരുന്നു. അപ്പോൾ ആ 2018 വീണ്ടും ആ ജീപ്പിൻ്റെ പഴയ മോഹം പൊങ്ങി വന്ന് ജീപ്പ് എടുക്കണമെന്നുള്ള ആഗ്രഹത്തിൽ 2018 എടുത്തത്. ഒരു ഇത് സിംഗിൾ ഓണർ ആയിരുന്നു. ഞാൻ എടുത്തപ്പോൾ സെക്കൻഡ് ഓണർ റജി എന്ന് പറഞ്ഞ ഒരു അങ്കിളുടെ നിന്ന് മേടിച്ച, പുള്ളി ഖത്തറിൽ റാന്നിയിൽ നിന്ന് തന്നെ എടുത്തത്. അപ്പോൾ അവിടെ ഓടാതെ കിടന്ന വണ്ടിയായിരുന്നു, അവരും കുറച്ചേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ എടുത്താൽ പറയുന്നത്. വണ്ടിയുടെ മെയിൻ്റെനൻസ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഭയങ്കര തുരുമ്പാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. ജീപ്പിന് ഒരു മെയിൻ്റെനൻസും ഇല്ല. വൺസ് ഒന്ന് പണിതിട്ട് കഴിഞ്ഞാൽ അങ്ങനെ കിടന്നോളും. അഥവാ വല്ല കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും വണ്ടി ഓടിക്കോളും, അങ്ങനെ ഒരു വിഷയമേ ഇല്ല. നമ്മുടെ പുതിയ ന്യൂജൻ വണ്ടികളെ പോലെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ചോദിക്കാൻ ന്യൂജൻ വണ്ടികളുണ്ടല്ലോ, ഇപ്പോൾ താറും ജിമ്നിയും, ഇപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഈ വണ്ടി ഇപ്പോഴും ഇത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു കാര്യം ഇതേൽ പോകുന്ന ഫീല് അതേ കിട്ടത്തില്ല. ഇത് നമുക്ക് എങ്ങനെ വേണേൽ റഫായിട്ട് ഉപയോഗിക്കാം. ഇത് കാണുമ്പോൾ ആൾക്കാർ റോഡിൽ നിന്ന് മാറി ഇത് മുട്ടുമോ എന്നുള്ള പേടിക്ക്. കാരണം ഇതിൻ്റെ ബോഡിയൊക്കെ അതുപോലെ റഫ് ആൻഡ് ടഫാണ് ജീപ്പ് എന്ന് പറഞ്ഞാൽ. പുതിയ വണ്ടിക്ക് ആ ഒരു ഫീല് കിട്ടത്തില്ല. പിന്നെ നമ്മുടെ ഇപ്പം ഇതേൽ എന്നാ വേണേലും കയറ്റാം. ഇപ്പം നമ്മളൊരു 10-17 ലക്ഷം രൂപയ്ക്ക് ഒരു താറ് മേടിച്ചിട്ട് നമുക്ക് അതിൽ സാധനമൊന്നും അടിച്ച് കയറ്റാൻ പറ്റത്തില്ല. ഇതാണ് നമുക്ക് എന്നാ വേണേലും കയറ്റാം, കല്ലോ മണ്ണോ വേണേലും കയറ്റാം, അങ്ങനെ വിഷയങ്ങളൊന്നുമില്ല, ഓടിക്കോളും. നമ്മൾ ഈ 15 വർഷത്തെ മറ്റേ സ്ക്രാപ്പിംഗ് പോളിസി വരുന്നൊക്കെ ഇങ്ങനെ ഒരു ന്യൂസ് കേൾക്കും. അതെ. അപ്പോൾ നമ്മളെപ്പോലെ ഈ പഴയ വണ്ടികൾ ഇങ്ങനെ കൊണ്ടു നടക്കുന്നവർക്ക് അതൊരു ഇതായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ്? അത് കുറേ നാളായിട്ട് കേൾക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഒന്നും കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. പിന്നെ പറയുന്നത് ഇതിനു വേണ്ടി സെപ്പറേറ്റ് ടെസ്റ്റിംഗ് സെൻറ്ററുകളും ഒക്കെ വരുമെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റായിട്ട് പണിത് അവർക്ക് വേണ്ട രീതിയിൽ നമ്മൾ പണിത് കൊണ്ടുവന്ന് കാണിക്കും അവരെ. പിന്നെ എത്രത്തോളം അത് നിലവിൽ വരുമെന്നും എത്രത്തോളം അത് പ്രാക്ടിക്കലാണെന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇതുപോലെ ഹൈ റേഞ്ച് മേഖലകളിൽ ജീപ്പിനെ ആശ്രയിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ പെട്ടെന്നൊരു ദിവസം ഇതെല്ലാം ബാൻ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പം ഈ ഇടുക്കിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ജീപ്പിൽ സവാരി നടത്തുന്നവരുണ്ട്. ആൾക്കാരൊക്കെ ഉൾപ്രദേശങ്ങളിലോട്ടൊക്കെ കൊണ്ടുവന്ന് ജീപ്പയിലും മെയിനായിട്ട് ഈ തോട്ടം മേഖലകളിലൊക്കെ ജീപ്പ് ഉപയോഗിക്കുന്നവരുണ്ട്. പെട്ടെന്നൊരു ദിവസം ഇത് നിർത്തണമെന്ന് പറഞ്ഞാൽ നമ്മൾ 10-17 ലക്ഷം രൂപയുടെ ഇതിൻ്റെ പർപ്പസ്, ജീപ്പിൻ്റെ പർപ്പസ് ജീപ്പും കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. ഇത് നമുക്ക് ബെസ്റ്റായിട്ട് നമുക്ക് പണിയാവുന്ന രീതിയിൽ അവർക്ക് എങ്ങനെയാണ് വേണ്ടത് ആ രീതി നമ്മൾ പണിത് അവരുടെ നോംസിന്
കേപ്പബിൾ ആക്കുന്ന പോലെ നമുക്ക് വേണേൽ പണിത് അവരെ കാണിക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലിപ്പോൾ ഭയങ്കര പ്രശ്നമായിട്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഈ മോഡിഫിക്കേഷൻ. നമ്മൾ ചെറിയൊരു ലൈറ്റ് വെച്ചാൽ പോലും അതിന് ഭയങ്കരമായിട്ട് ഫൈൻ ഇടുന്നു കാര്യങ്ങളൊക്കെ. മോഡിഫിക്കേഷൻ നമ്മുടെ നിയമം അനുശാസിക്കുന്ന മോഡിഫിക്കേഷനൊക്കെ നമുക്ക് ചെയ്യാം. അങ്ങനെ നമുക്കൊരു നിയമം കൊണ്ടുവരുന്നത് നല്ലതായിരുന്നു. കാരണം ഇപ്പം നമ്മളിപ്പോൾ മോഡിഫിക്കേഷന് വേണ്ടി ഇതിനിപ്പോൾ ലൈറ്റ് മേടിച്ചു, അത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് അതിന് നമ്മൾ GSTയും ടാക്സും എല്ലാം കൊടുത്താണ് നമ്മൾ മേടിക്കുന്നത്. നമ്മളതിന് ടാക്സ് കൊടുത്ത് ആ സാധനം മേടിച്ച് നമ്മളത് ഇതിനകത്ത് വെക്കുമ്പോൾ അത് ഇല്ലീഗലാവും. ശരിക്കും നമ്മൾ ഗവൺമെൻറ്റിന് ടാക്സും എല്ലാം കൊടുത്താണ് ഈ സാധനം മേടിക്കുന്നത്. അപ്പോൾ ഈ മോഡിഫിക്കേഷൻ എന്ന സംഭവം അത് നിരോധിക്കണമെങ്കിൽ, അത് വേണ്ടെങ്കിൽ ആ ഒരു റൂട്ട് ലെവലിൽ നിന്ന് തന്നെ അവർ നിർത്തണം. നമുക്ക് ആ സാധനം എന്നാൽ മാർക്കറ്റിൽ അവൈലബിൾ ആക്കരുത്. നമ്മൾ സാധനം ഉള്ളതുകൊണ്ട് നമ്മൾ ടാക്സും കൊടുത്ത് മേടിച്ചു നമ്മുടെ ഇഷ്ടത്തിന് വെക്കുന്നു. വെച്ച് കഴിയുമ്പം അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല, അത് ഇല്ലീഗലാവുന്നു. അത് എനിക്കൊരു വലിയ സംശയമുള്ളൊരു കാര്യമാണ്. നമ്മൾ ടാക്സ് കൊടുത്ത് മേടിക്കുന്ന സാധനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതെ, ഈവൻ ഇപ്പം ആ മോഡിഫിക്കേഷൻ ഇല്ലീഗലാണെങ്കിൽ നമ്മൾ ആ റൂട്ടായിട്ട് ഇത് വിൽക്കരുത്. കടകളിൽ ഈ സാധനങ്ങളൊന്നും വിൽക്കരുത്. ഇതൊരു ഇല്ലീഗൽ സംഭവമാണെങ്കിൽ അവർ ആ കടകളെല്ലാം റെഡി ചെയ്ത് അവിടുന്ന് സാധനങ്ങളെല്ലാം കൊണ്ടുവെക്കണം. ഇതിനാ നമ്മളെ അത് പ്രലോഭിപ്പിച്ച് മേടിപ്പിക്കുന്നത്. ഇതൊക്കെ വലിയ ടയർ ഇടുന്നതും ബോഡിക്ക് വെളിയിലോട്ട് ടയർ വരുന്നതും ശരിക്കും അതൊക്കെ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതെ, പക്ഷേ ഈ ടയർ കടയിൽ നമ്മൾ ടാക്സ് കൊടുത്താണ് അവിടെ നിന്ന് മേടിക്കുന്നത്. നമ്മൾ സിറ്റിസൺ നമ്മളിതെല്ലാം ടാക്സ് കൊടുത്ത് GSTയും കൊടുത്ത് മേടിക്കുന്നു. നമ്മൾ ആ ടാക്സ് കൊടുക്കുന്ന സാധനം നമ്മൾ ഇതിലോട്ട് വെക്കുമ്പം അത് ഇല്ലീഗലാവുന്നു. അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അത് ഇല്ലീഗലാണെങ്കിൽ കടകളിൽ തന്നെ അത് വിൽക്കാൻ സമ്മതിക്കരുത്. നമ്മളവിടുന്ന് മേടിച്ച് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് ഇല്ലീഗലാവുന്നത് അത് ഭയങ്കര ഒരു സംഭവമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ, അപ്പോൾ നമുക്ക് ഈ ഒരു കോസ്റ്റ് എത്രത്തോളം വന്നിട്ടുണ്ട്? അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് വണ്ടി പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊരു സഹായമായിരിക്കും. എനിക്ക് തോന്നുന്നു പെയിൻറ്റിങ്ങിന് ഒരു അറൗണ്ട് 30,000 പെയിൻറ്റിങ്ങിനായിട്ടുണ്ട്. അതെ. പിന്നെ ഇതിന് കുറച്ച് ബോഡി പാച്ച് വർക്കൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ അറൗണ്ട് എനിക്ക് തോന്നുന്നു 1,25,000 അടുത്ത് ഇതായിട്ടുണ്ട്. പെയിൻറ്റിങ്ങും പാച്ച് വർക്കും വയറിങ്ങും എല്ലാം കൂടെ. ഇല്ലില്ല, ഒരു പ്രാവശ്യം ജീപ്പ് പണിതിട്ട് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് കിടന്നുകൊണ്ട് ലൈഫ് ലോങ്. അതിന് പ്രത്യേകിച്ച് പണിയൊന്നും വരാനില്ല. കറക്റ്റ് ഓയിലൊക്കെ ഒന്ന് മാറ്റി കൊടുത്താൽ മതി. പിന്നെ അതെ, ഇത്രയും വിലയേ ഉള്ളൂ. ഇതിനൊന്നും വലിയ വില, ഒരു 2 lakhിനടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ജീപ്പ് കിട്ടും. അതേസമയം നമുക്കൊരു 4 വീൽ പുതിയൊരു വണ്ടി താറ് മേടിക്കണമെങ്കിൽ, ഇപ്പം താറൊക്കെ എനിക്കിഷ്ടമുള്ള ഒരു വണ്ടിയാണ്, അതിനെ കുറ്റം പറയുന്നതല്ല, താറ് മേടിക്കണമെങ്കിൽ അറൗണ്ട് 15-17 lakh ഒക്കെ ആവും. അപ്പം ഇങ്ങനത്തെ ജീപ്പിനെന്ന് പറഞ്ഞാൽ 0 മെയിൻ്റെനൻസ്. അതെ. അപ്പോൾ നമ്മൾ ഈ വണ്ടി ഓടിച്ചിപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആക്കിയൊക്കെ റോഡിൽ കൂടെ പോകുമ്പോഴും അല്ലെങ്കിൽ വണ്ടി കൊണ്ട് എവിടെയെങ്കിലും പാർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ പബ്ലിക് റെസ്പോൺസ് ഒപ്പീനിയൻ അതൊക്കെ എന്താണ്? ഇത് ആൾക്കാർ ചോദിക്കും കാണുമ്പോൾ, ഏത് മോഡലാ, ഇതന്നെ ഇങ്ങനെ ഇരിക്കുന്നത്, ഇതിനെത്ര ഗിയറുണ്ട്? കാരണം 4 വീൽ ഡ്രൈവിൻ്റെ പഴയ മോഡൽ. അതെ. അപ്പോൾ അത് 3 ലിവറുണ്ട് എല്ലാം കൂടെ. ഇതൊക്കെ കാണുമ്പോൾ ഇതിന് 3 ലിവറുള്ള വണ്ടിയാണോ എന്നൊക്കെ ചോദിക്കും. എല്ലാവർക്കും ഇഷ്ടമാണ് ജീപ്പ് കാണുന്നത്, പഴയ വണ്ടി കാണുന്നത്. അതെ. നമ്മളിപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ അഡീഷണൽ ആയിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നത്? അഡീഷണൽ ആയിട്ട് ചെയ്തിരിക്കുന്നത്, ഞാൻ ഈ ജീപ്പ് എടുത്ത സമയത്ത് ഇതിൻ്റെ ഫെൻഡർ മേജർ ടൈപ്പ് ആയിരുന്നു. ആ സ്ക്വയർ ടൈപ്പിൽ അത് മാറ്റി റൗണ്ടാക്കി. അതെ. CJ500 പഴയ വിൻറ്റേജ് ക്ലാസിക് ലുക്കിലോട്ട് മാറ്റി. ഗ്രില്ലിലൊന്നും മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. പിന്നെ ആ ജീപ്പ് എന്നുള്ള ലോഗോ മാത്രം ഒട്ടിച്ചു. അതെല്ലാം പഴയത് തന്നെ. ഇത് ഈ ഇങ്ങനത്തെ ഇൻഡിക്കേറ്റർ എല്ലാം മേജറേ വരുന്നില്ല. ഇത് ക്ലാസിക് CJ500 ബാക്കിലോട്ട് വരുന്ന ഇൻഡിക്കേറ്റർ. അതെ. പിന്നെ എൻ്റെ ബമ്പറും മേജർ ടൈപ്പ് ആയിരുന്നു, അതെല്ലാം എടുത്ത് മാറ്റി സൈഡിലോട്ടുള്ള അതെല്ലാം മാറ്റി പഴയപോലെ ആക്കി. ഇല്ലല്ലോ, ഒന്നും ചെയ്തിട്ടില്ല. വണ്ടി വന്ന പോലെ തന്നെ. CJ500 തന്നെ. ഇല്ലല്ലോ, ഒന്നും ചെയ്തിട്ടില്ല. ബ്രോ, അപ്പോൾ ടയറിന്റെ കേസിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ സ്റ്റോക്ക് NDMS തന്നെ MT ടയറൊക്കെ ഇപ്പോൾ ഒരുപാട് കിട്ടുന്നുണ്ട്. അതിലേക്ക് എന്താ നമ്മൾ ചേഞ്ച് ചെയ്യാത്തത്? MT ടയർ ഇടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ നമ്മുടെ നിയമങ്ങൾ അത് അനുവദിക്കുന്നില്ല. ഇല്ല, നമുക്ക് മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞ് RTO ഫൈൻ അടിക്കും. അതുകൊണ്ട് സമാധാനമായിട്ട് ജീപ്പ് ഓടിച്ചുകൊണ്ട് പോകാം. ഇതാണെങ്കിൽ അതിനുവേണ്ടിയാണ് ഇത്. അതെ. അപ്പോൾ വീലിന് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, ഇത് ബോർഡർ ചുമ്മാ ബോർഡർ കൊടുത്തതാണ്, ചുമ്മാ പെയിന്റ് വെച്ച്. പിന്നീട് സൈഡിലേക്ക് വരുമ്പോഴത്തേ നമ്മൾ ഈ മിറർ ചേഞ്ച് ചെയ്തിട്ടുണ്ടല്ലേ? അതെ. വില്ലീസ് ടൈപ്പ് റൗണ്ട് മിറർ ആക്കിയിട്ടുണ്ട്. അതെ, നേരത്തെ മിറർ ഇങ്ങനെ ആയിരുന്നത് ആ മേജർ ടൈപ്പില്. പിന്നെ ഈ ഗ്ലാസ് ഫ്രെയിമിന്റെ കേസ് നമുക്കിപ്പോൾ ഗ്ലാസും അത് വേണേൽ ഓപ്പൺ ആക്കാം. ആ ഗ്ലാസ് ഫ്രെയിം തള്ളിയാൽ മുകളിലോട്ട് വേണം മറിച്ചിടാൻ. അതെ. പിന്നീട് നമ്മൾ പടുത
പടുത സാധാരണ സമയങ്ങളിലൊക്കെ ഞാനിത് ഫുൾ കവേർഡായിട്ട് CJ500 പോലെ തന്നെയാണ് കൊണ്ടു നടക്കുന്നത്. ഇത് പിന്നെ ഒരു ആഗ്രഹത്തിൻ്റെ ബേസിസിൽ ഇതിങ്ങനെ ആക്കിയത്. വേണേൽ ഓപ്പൺ ആക്കാം, പക്ഷേ അതൊന്നും നമ്മുടെ നിയമം അനുവദിക്കാത്തത് കൊണ്ട്. അതെ അതെ അതെ. ഇത് ശരിക്കും ഇത് ബെഞ്ച് സീറ്റായിരുന്നു നേരത്തെ. ബെഞ്ച് സീറ്റ് മാറ്റി ബക്കറ്റ് സീറ്റ് ആക്കിയത്. ഇത് മറ്റേ ഹുണ്ടായി വെർണാട് സീറ്റാണ്. അതൊരു സ്ക്രാപ്പ് ആയിട്ടുള്ള സ്ഥലത്തുനിന്ന് മേടിച്ചിട്ട് അത് ഫിറ്റ് ചെയ്ത് സീറ്റ് കവറൊക്കെ ചെയ്ത വണ്ടിയാണ്. ബാക്കിലത്തെ സീറ്റ് നേരത്തെ ജീപ്പിൻ്റെ ഫ്രണ്ട് ഇരുന്ന ബെഞ്ച് ടൈപ്പിലുള്ളതായിരുന്നു. അത് ഞാനെടുത്ത് ബാക്കിലോട്ടാക്കി ഫ്രണ്ട് ഫേസിങ് ആക്കി. അതെ അതെ. നേരത്തെ ബാക്കിലത്തെ സീറ്റ് രണ്ടും സൈഡ് ഫേസിങ് ആയിരുന്നു. അതെ അതെ, സാധാ ജീപ്പിൻ്റെ പോലെ. സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളെല്ലാം ഒന്നും ചെയ്തിട്ടില്ല. അത് പഴയ CJ500 തന്നെ സ്റ്റിയറിംഗ് വീലായിരിക്കും. മീറ്റർ കൺസോളും ഇല്ല, അകത്തെ ഒന്നും മാറ്റിയിട്ടില്ല, പഴയ രീതിയിൽ തന്നെ. അവിടെ സ്റ്റോറേജ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടല്ലേ? ഇതിൻ്റെ അടിവശത്ത് ചുമ്മാ ഒരു സ്റ്റോറേജ് സ്പേസ്. നമ്മൾ വണ്ടിയൊക്കെ ജീപ്പാകുമ്പം നമുക്ക് വെക്കാനൊന്നുമില്ല. ഫോണൊക്കെ വേണേൽ പെട്ടെന്ന് എടുത്ത് അങ്ങോട്ട് വെക്കാം, അല്ല തെറിച്ചു പോകും ജീപ്പിൽ പോകുമ്പോൾ. ബോഡി ചേഞ്ച് ചെയ്തായിരുന്നു? ഇല്ല, ബോഡി ഒന്നും ചെയ്തിട്ടില്ല. ബോഡി പാച്ച് വർക്ക് ഉണ്ടായിരുന്നു, ഒക്കെ ശരിയാക്കി. പിന്നെ ഇത് സാധാ ജീപ്പ് പോലെ തന്നെ ഇതിൻ്റെ ബാക്കി കമ്പിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ജീപ്പ് പോലെ തന്നെ ബാക്കിലോട്ട് മറിച്ചിട്ട് പടുതായിട്ട് കഴിഞ്ഞാൽ സാധാ സ്റ്റോക്ക് CJ500 മാറ്റാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ CJ500Dയുടെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.